അറിയാത്ത ഒരു വില്ലേജിലേക്കാണ് എത്തുന്നത്, അതും രാത്രി സമയം. പുറത്തൊന്നും ഒറ്റ മനുഷ്യരുമില്ല. അപ്പോൾ എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ട്, അവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്. അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നു. ഞാനാകെ 2 ലെയർ മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. ഹായ്, ഞാൻ മുഹമ്മദ് മുസ്തഫ, വയനാട് സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 4 മാസത്തോളം ഞാൻ സ്പിതി വാലിയിലൂടെ എൻ്റെ മൗണ്ടനിയറിംഗ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. മൗണ്ടനിയറിംഗ് ആണ് എൻ്റെ പാഷൻ. എൻ്റെ കഴിഞ്ഞ എക്സ്പെഡീഷൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത്, നമുക്ക് നല്ലൊരു മൗണ്ടനിയർ ആവണമെങ്കിൽ, അതിൽ എക്സൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു മൗണ്ടെയിനിൽ പോയി ട്രെയിനിങ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ മൗണ്ടെയിൻസിലുള്ള ഡ്രൈ വെതർ, അതുപോലെ എക്സ്ട്രീം കോൾഡ്, കുറഞ്ഞ ഓക്സിജൻ അളവ്, ഇതിനോട് നമ്മളെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് മൗണ്ടെയിൻസിൽ പോയി ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കി ഇന്ത്യയിൽ എവിടെയാണ് ഇതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, സ്പിതി വാലിയിലാണ് വേൾഡിലെ ഹയസ്റ്റ് വില്ലേജ് ഇരിക്കുന്നത്. ചിച്ചം അല്ലെങ്കിൽ കിപ്പർ, ഈ 2 വില്ലേജുകളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. കാരണം സീ ലെവലിന് 4150 മീറ്റർ ഉയരത്തിലാണ് ഈ വില്ലേജുകൾ ഇരിക്കുന്നത്. അതുപോലെ അവിടെ ഓക്സിജൻ, നമ്മളെ സീ ലെവലിൽ 100% ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ 58% മാത്രമേ ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി ട്രെയിനിങ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് എന്തായാലും മൗണ്ടനിയറിംഗിൽ നന്നായി എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോകുമെന്ന്. എനിക്ക് ഫസ്റ്റ് എങ്ങനെ അവിടെ ഒരു കോണ്ടാക്ട് കിട്ടും, എങ്ങനെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സ്പിതി വാലി പോയിട്ടുണ്ട്. അപ്പം എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ട്, അവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ട്രെയിനിങ് ചെയ്യാൻ ഒരു ഹോം സ്റ്റേ വേണം. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഹോം സ്റ്റേ ഉണ്ടോ? അപ്പോൾ ആ പുള്ളി പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോ, എൻ്റെ വീട് ചിച്ചം വില്ലേജിലാണ്, നീ എൻ്റെ കൂടെ നിന്ന് ട്രെയിനിങ് ചെയ്തോ, എനിക്ക് സമ്മതമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ എനിക്കൊരു ഹോം സ്റ്റേ കിട്ടി. ഇനി ഞാൻ യാത്രയുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, നമ്മൾ അവിടെ ചെല്ലുമ്പം ഈ പുള്ളി വാക്ക് മാറുമെന്ന്. അങ്ങനെ പുള്ളീനെ യാത്രയ്ക്ക് മുമ്പ് ഞാൻ വിളിച്ചു, എല്ലാം ഓക്കെ അല്ല, ഞാൻ വരട്ടെ? പുള്ളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വന്നോ. അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്. ഡൽഹിയിൽ ഞാൻ 4 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് പിന്നെ മണാലിയിലേക്ക് എത്തി. മണാലിയിൽ നിന്ന് നേരെ കാസയാണ് സ്പിതിയുടെ ഫസ്റ്റത്തെ ടൗൺ, മേജർ ടൗൺ. 3700 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മളെത്തി. അപ്പം അവിടെ നമ്മളെ ബോഡി അഡാപ്റ്റ് ആവണം ആ വെതറുമായിട്ട്. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പിറ്റേന്നാണ് ഞാൻ ചിച്ചം വില്ലേജിലേക്ക് പോകുന്നത്. കാസയിൽ നിന്ന് ചിച്ചം വില്ലേജിലേക്ക് ആകെ 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ഓരോ ബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബസ് പിടിച്ചിട്ട് നമുക്ക് ചിച്ചം വില്ലേജിലെത്തണം. അങ്ങനെ ബസ് പിടിച്ചു. വൈകിട്ട് 5 മണിക്കാണ് ബസ്. അത് 7 മണിയോട് അടുപ്പിച്ചാണ് ചിച്ചം വില്ലേജിലെത്തുന്നത്. അറിയാത്ത ഒരു വില്ലേജിലേക്കാണ് എത്തുന്നത്, അതും രാത്രി സമയം. പുറത്തൊന്നും ഒറ്റ മനുഷ്യരുമില്ല. ഞാൻ വിചാരിച്ചു ആരെങ്കിലും വഴിയിൽ കാണുന്നതാണെങ്കിൽ പുഞ്ചോക് താഷിയുടെ വീട് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നടന്നു പോകുമ്പം ആദ്യം കണ്ട വീട്ടിൽ ഒരു സ്ത്രീ പുറത്തിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, പുഞ്ചോക് താഷിനെ നിങ്ങൾക്ക് അറിയാവോ, എവിടെയാണ് അവരുടെ വീട്? അപ്പം എന്നോട് പറഞ്ഞു, ഇത് തന്നെയാണ് വീട്, നീ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ലഡാക്കിലേക്ക് പോയിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത്. ഞങ്ങളതിൽ നിൻ്റെ വേറെ നമ്പറൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അങ്ങനെ അവർ എന്നെ വീട്ടിലേക്ക് ആനയിക്കുന്നു, ചായ തരുന്നു. അപ്പോഴാണ് എനിക്ക് ആശ്വാസം വരുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇനി നടന്നിട്ടില്ലെങ്കിലോ, എനിക്ക് അറിയാത്തൊരു സ്ഥലമല്ലേ. അങ്ങനെ എനിക്ക് റൂം കിട്ടി. ഞാൻ എൻ്റെ ബാഗും എല്ലാം വെച്ചു. അടുത്ത ദിവസം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. സീ ലെവലിൽ നിന്ന് 4150 മീറ്ററിലേക്ക് എത്തിയിരിക്കുന്നതാണ്. പെട്ടെന്നാണ് വന്നത്. എൻ്റെ ബോഡി അഡാപ്റ്റ് ആയിട്ടില്ല. ഇനി അക്ലമറ്റൈസേഷന് വേണ്ടി 2 ദിവസം കൂടി കാത്തിരിക്കണം. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത്. എനിക്ക് മനസ്സിലായി ഇത് ഹാർവെസ്റ്റിംഗ് സീസണാണ്. ഇനി സെപ്റ്റംബർ കഴിഞ്ഞാൽ നവംബർ ആകുമ്പോഴത്തേക്കും കഠിനമായ വിൻ്ററാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്പിതിയിൽ വലിയ വിൻ്ററാണ്. നവംബർ മുതൽ മെയ് വരെ എക്സ്റ്റെൻഡ് ആവുന്ന വിൻ്ററാണ് വരുന്നത്. അപ്പോൾ ഈ വിൻ്ററിലേക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കങ്ങൾ നടത്തുന്നതാണ്. എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ സ്പിതിയിൽ പ്രധാനമായിട്ടും
അവർ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ കാലി വളർത്തുന്നുണ്ട്. വിന്ററിന് വേണ്ടിയിട്ട് ഇവർ പ്രിപ്പയർ ആവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചാണകം ശേഖരിക്കുന്നത്. വിന്ററിൽ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഈ യാക്കിന്റെ ചാണകമാണ്, റൂം ഹീറ്റ് ചെയ്യാനും പാചകം ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ ഈ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പുല്ലൊക്കെ കരിഞ്ഞു പോകും വിന്റർ ആകുമ്പോഴത്തേക്കും, മഞ്ഞുകൊണ്ട് മൂടിപ്പോവും. അപ്പോൾ അവർക്ക് വേണ്ട പുല്ലുകളൊക്കെ ശേഖരിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ 2 ദിവസം ഞാനിതൊക്കെ 1ാം നിലയിലിരുന്ന് കാണുന്നുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞു. അപ്പം ഞാനും ഇത് അവരുടെ കൂടെ അവർക്ക് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാനും പുല്ല് കളക്ട് ചെയ്യാനൊക്കെ സഹായിച്ച് അവരൊരു ഭാഗമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പുഞ്ചോക് താഷി തിരിച്ചു വന്ന്, സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ ഫോണ്. അപ്പോൾ പുള്ളി ഒരു റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് എവറസ്റ്റ് പോലുള്ള കൊടുമുടികൾ കീഴടക്കാനാണ് ഇഷ്ടം. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളിയുടെ ചെറുപ്പകാലത്ത് പുള്ളിക്കും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി. അപ്പം എന്നോട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് പുള്ളി തരുമായിരുന്നു. രാവിലെ നീ എന്താണ് ചെയ്യേണ്ടത്, എത്ര സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം, ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് എന്നോട് ചോദിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് പെട്ടെന്ന് തന്നെ വളർന്നു വന്നു. ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ഭാര്യനെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതുവരെ ആപ്കാ പത്നി അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല, നീ അമ്മ എന്ന് വിളിക്കണം, അതുപോലെ എന്നെ അപ്പ എന്ന് വിളിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി അവരെത്ര വലിയ സ്ഥാനമാണ് അവരെ മനസ്സിൽ എനിക്ക് തന്നെ. എന്നെ സ്വന്തം മോനെ പോലെയാണ് കരുതുന്നത്. കൂടാതെ അവരെ മകൻ, മൂത്ത മകൻ കൊഞ്ചോക്ക്, അവൻ എന്നെ ആച്ചോ എന്നാണ് വിളിക്കുന്നത്. ആച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിതി ലാംഗ്വേജിൽ ചേട്ടാ, നമ്മളെ സ്വന്തം സഹോദരനെയാണ് അങ്ങനെ വിളിക്കുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നെ അവർ ഫാമിലിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വിൻ്ററിൻ്റെ പ്രിപ്പറേഷനിൽ ഞങ്ങൾ ആവശ്യത്തിന് പുല്ലും ചാണകവും ഒക്കെ കളക്ട് ചെയ്തു. ഇനി എന്ത്? അപ്പം ഞങ്ങൾക്ക് തോന്നി വിൻ്ററിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള സെറ്റപ്പ് പോരാ, ഇനി വീടുണ്ടാക്കണം. അപ്പാണ് എനിക്ക് മനസ്സിലായത് സ്പിതിയിൽ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്. നമ്മൾ മണ്ണാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ നാട്ടിലെ മഴ പെയ്ത് കുതിർന്നിരിക്കുന്ന മണ്ണ് പോലെയാണ് അവിടുത്തെ മണ്ണിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുഴച്ച് നമുക്ക് ബ്രിക്കുകളെ കട്ട രൂപത്തിലാക്കുന്നത്. മണ്ണുകൊണ്ട് തന്നെയാണ് പടവ് ചെയ്യുന്നത്. നമുക്ക് സിമെൻറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ മേസ്ത്രീനെ വിളിക്കുന്നു, മേസ്ത്രി വരുന്നു, നമ്മൾ കട്ട ഉണ്ടാക്കുന്നു, പടവ് ചെയ്ത് പോകുന്നു. ഭയങ്കര എളുപ്പമാണ് വീടുണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിലൊക്കെ ഒരു വീടുണ്ടാക്കാൻ എത്രയാണ് പൈസ. അപ്പം ഇവർ 3 റൂം എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കിയതിൽ വെറും 60,000 രൂപ മാത്രമേ ചിലവായുള്ളൂ. വീട് പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ വീട് പണി എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം പെട്ടെന്ന് തണുപ്പ് കയറി വരും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടി പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റോളം എക്സ്ട്രാ പണിയെടുത്തു. ആ 10 മിനിറ്റ് കൊണ്ട് അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നു. ഞാനാകെ 2 ലെയർ മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നു. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കുറഞ്ഞു പോകുന്നതാണ്. എൻ്റെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ നിന്ന് 32 ഡിഗ്രിയിലേക്കാളും താഴെ വരുന്നു. എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിതെന്ത് സംഭവം എന്തെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു തീയുടെ അടുത്ത് പോയിരിക്കാൻ. അങ്ങനെ തന്തൂറിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പോയിരിക്കുന്നത്. തീയുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. തീ കഴിഞ്ഞ് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം വിറയ്ക്കുന്ന, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിന് ചൂടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ മാറുമായിരിക്കും. അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ചൂടാവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സ്ക്വാട്സും പുഷപ്പും എടുത്തു. പക്ഷേ ഇത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995
44422. ഓക്സിജൻ ഇല്ലാത്ത സമയമാണ്. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് മനസ്സിലായി ഞാനൊരു പാനിക് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പാനിക് ആകുന്നതുകൊണ്ട് എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം കിതയ്ക്കുന്നു. അവസാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡിന്നർ റെഡി ആവുന്നത്. ഡിന്നർ കഴിച്ച് ചൂടുവെള്ളം കുടിച്ച് 3 മണിക്കൂറോളം നീണ്ടു വന്നു ഈ ഹൈപ്പോതെർമിയ സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ്. അത് ചെയ്യാത്തതുകൊണ്ട് വളരെ ഭയാനകമായ ഒരു 3 മണിക്കൂർ, 3 വർഷം പോലെയാണ് എനിക്ക് കടന്നുപോയത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ത്യൻ ആർമി സ്പിത്തി മാരത്തോണിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സുംദോ എന്ന് പറയുന്ന സ്ഥലത്ത് ചൈനീസ് ബോർഡറിൻ്റെ തൊട്ടടുത്താണത്. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് മാരത്തോണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു പോകുക തന്നെ. അതിനുവേണ്ടി ഞാൻ ട്രെയിനിങ് ആരംഭിച്ചു. രാവിലെ എഴുന്നേറ്റ് ഓടുക. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഞാൻ ഓടുന്നത്. 4200 മീറ്ററിലാണ് ഓടുന്നത്. അപ്പം ചിച്ചം വില്ലേജിൽ നിന്ന് മൗണ്ടൻസിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നമ്മൾ ഓടി വരും. താഴോട്ട് ഓടി പിന്നെ ചിച്ചം ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ്. ലോകത്തിലെ ഹയസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ചിച്ചം ബ്രിഡ്ജ്. 13,500 അടി ഉയരത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ചിച്ചം വില്ലേജിൽ നിന്ന് ഓടി ചിച്ചം ബ്രിഡ്ജ് വരുന്നു. അവിടെ നിന്ന് കിബ്ബർ വില്ലേജ് വരെ 6 കിലോമീറ്ററാണ് ഞാൻ ഓടുന്നത്. പിന്നെ പറ്റുന്ന പോലെ തിരിച്ചു ഓടുന്ന അല്ലെങ്കിൽ തിരിച്ച് നടക്കുക. ഇതാണ് എൻ്റെ റൂട്ടീന്. അങ്ങനെ ട്രെയിനിങ് തകൃതിയായി നടക്കുന്നത്. മാരത്തോൺ തലേ ദിവസമായി എനിക്ക് സംദോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ചിച്ചം ഞാൻ ബസ് എടുത്തു സംദോയിലേക്ക് പോകുന്നു. സംദോ എത്താനായപ്പോൾ എൻ്റെ ബസ്സിൽ ഒരാൾ കൂടിയുണ്ട്, ഒരു പെൺകുട്ടി. ഞാൻ പോയി പരിചയപ്പെട്ടു. മാരത്തോൺ ഓടാനാണ് വന്നത്. അതെ. അങ്ങനെ ഞങ്ങൾ സംദോയിൽ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ആർമി വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ ആർമിക്കാരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ നാളെ 5 മണിക്കാണ് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:30 തന്നെ റെഡി ആവണം. അങ്ങനെ 3:30 ഞങ്ങൾ റെഡിയായി നിന്നു. ബസ് വന്നു. 5 മണിക്ക് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്ത് 100-ലധികം പേര് മാരത്തോൺ ഓടുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ 3 കിലോമീറ്റർ ഇറക്കമാണ്. 1-2 വളവ് കഴിഞ്ഞപ്പോൾ തന്നെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ അങ്ങ് പോകുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി, പുറകിൽ ആരുമില്ല. എനിക്ക് തോന്നി ഇതെന്നെ കൊണ്ട് നടക്കില്ല. പക്ഷേ ഒരു മൗണ്ടനിയറിൻ്റെ വിൽ പവർ, നെവർ ഗിവ് അപ്പ് എന്നാണ്. നമുക്കൊരു ഇഞ്ചുറി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ഇല്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ട്രൈ ചെയ്യാൻ. 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ആർമി പോസ്റ്റ് വന്നു. അവരെനിക്ക് എനർജി ജെല്ലുകളൊക്കെ തന്നു, വെള്ളം തന്നു. അങ്ങനെ അടുത്ത 7 കിലോമീറ്ററായി. 7 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി കയറ്റമാണ്. കയറ്റത്താണ് ഓടാൻ പറ്റുന്നില്ല, ആർക്കും ഓടാൻ പറ്റുന്നില്ല, ഓക്സിജൻ ഇല്ല. പക്ഷേ എനിക്ക് മൗണ്ടനിയറിങ് ശീലമുള്ളതുകൊണ്ട് എനിക്ക് പവർ ഹൈക്ക് ചെയ്യാൻ പറ്റി. വളരെ വേഗത്തിൽ നടന്നു കയറുന്നു. അപ്പം ഞാൻ ഓരോ ആൾക്കാരായിട്ട് പിറകിലാക്കി കൊണ്ടുവന്നു. അങ്ങനെ 14 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. വ്യൂ എന്ന സ്ഥലത്താണ്. അവിടെ വളരെ പ്രസിദ്ധമാണ്, ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അവിടെ ഒരു മമ്മിയുണ്ട്. അതിനെ ചുറ്റി നമ്മൾ ക്യൂമണാസ്ട്രി ചുറ്റി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഹുർലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. 30 കിലോമീറ്റർ ആയപ്പം ആപ്പിൾ മൊത്തം പൂത്തേക്കുന്ന സമയമാണ്, ആപ്പിൾ പറിക്കുന്ന സമയമാണ്. അങ്ങനെ അവിടെ വെച്ച് നമുക്ക് ആപ്പിളൊക്കെ തരുന്നു നാട്ടുകാർ. 30 കിലോമീറ്റർ കഴിഞ്ഞപ്പം എനിക്ക് ക്രാംസ് വന്ന് എൻ്റെ മസിൽ പിടിക്കാൻ തുടങ്ങി. എൻ്റെ തുട, ഹാംസ്ട്രിങ്, അതുപോലെ കാലിൻ്റെ മസിലുകൾ, കാഫുകൾ, ഇതൊക്കെ പിടിച്ച് കുളത്തി വലിക്കുന്ന പോലെ തോന്നും. എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല. അടുത്ത 10 കിലോമീറ്റർ വളരെ ദുരിതമായിരുന്നു. ഒരുവിധം ഞാൻ പയ്യെ നടന്ന് 10 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇനി 2 കിലോമീറ്റർ ഓടി. അത് കയറ്റമാണ്. ആദ്യം ഇറക്കമായിരുന്നല്ലോ, ഇനി കയറ്റം. അതിനി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടേന്ന് പോലും തോന്നിപ്പോയി. പലപ്പോഴും വിട്ടിട്ട് നിർത്താൻ തോന്നി. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അവിടെ ആർമി എനിക്ക് മെഡൽ തന്നു. 6 മണിക്കൂറിലധികം എടുത്തിട്ടാണ് ഞാൻ 42 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ 49ാമതായിട്ടാണ് എത്തുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ അന്ന് തിരിച്ച് ചിച്ചമിലേക്ക് മടങ്ങുന്നത്. മാരത്തോൺ കഴിഞ്ഞ് 2 ദിവസത്തിനകം തന്നെ എനിക്ക് സ്പിത്തി വിടേണ്ടി വന്നു. ഇനി നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ്ങിനൊക്കെ പോകുന്നത്. നമ്മൾ മൗണ്ടനിയറിങ് പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോകുന്നതാണ്. റോക്ക് ക്ലൈമ്പിങ്, ഐസ് ക്ലൈമ്പിങ്, സ്നോ ക്ലൈമ്പിങ്, ഇതൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. 28 ദിവസത്തെ കോഴ്സ്. അതും ഇന്ത്യയിലെ
നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. കോഴ്സ് എനിക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ നോർത്ത് ഈസ്റ്റിലേക്കാണ് പോയത്. മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവലും കണ്ട് നേരെ സ്പിതിയിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അപ്പം 2 മാസം അങ്ങനെ കടന്നുപോയി. സ്പിതിയിൽ വിൻ്റർ തുടങ്ങിയിരിക്കുന്നു. അപ്പം സ്പിതിയിലേക്ക് ഡൽഹിയിൽ നിന്ന് ഷിംല വഴി ഞാൻ കാസയിലെത്തുമ്പോൾ വൈകിയിരിക്കുന്നു. 5 മണിയോളമായി. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇരുട്ട് പെട്ടെന്ന് വരുന്നതാണ്. 6 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കും. അന്നൊരു ഞായറാഴ്ചയാണ്. ടൗണിലാകെ ഒരു മനുഷ്യനുമില്ല. എല്ലാ കടകളും അടഞ്ഞിരിക്കുന്നു. അതുപോലെ ഹോട്ടൽസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും നവംബർ അവസാനം തന്നെ ഹോട്ടൽസ് എല്ലാം ക്ലോസ് ചെയ്ത് പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? എനിക്ക് ചിച്ചമിലേക്ക് ഇനി 25 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ വിചാരിച്ചു ഹിച്ചൈക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ബസ്സിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ കൂടെ ആദ്യത്തെ 5 കിലോമീറ്റർ അവരെന്നെ കൊണ്ടാക്കി. ഇനിയും പോകണം 20 കിലോമീറ്റർ. മഞ്ഞ് പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോട്ടിൽ കൈ കാട്ടി നിൽക്കുന്നതാണ്. ഒറ്റ വണ്ടിയും വരുന്നില്ല. ഞാൻ വിറയ്ക്കുന്നതാണ്. 5 ലെയറോളം ഞാൻ ധരിച്ചിട്ടുണ്ട്. 2 ലെയർ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. വിൻ്റർ സോക്സും ഷൂസും എല്ലാം പ്രോപ്പറാണ്. പക്ഷെ എന്നിട്ടും ഞാൻ കിട്ടിട്ട് വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇരുട്ടത്തുനിന്ന് ഒരു കാറ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ വരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് അത് നിന്നു. എന്നിട്ട് ആ പുള്ളി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്നെ ചിച്ചം വില്ലേജിൽ കൊണ്ടാക്കാവോ? അപ്പോൾ ആ പുള്ളി പറഞ്ഞു, കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു 200 രൂപ തരണം. ഞാൻ പറഞ്ഞു ഓക്കെ തരാം. അങ്ങനെ ആ പുള്ളി എന്നെ വില്ലേജിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരു വിധം ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ അമ്മയുണ്ട്, അതുപോലെ കൊഞ്ചൊക്കെ ഉണ്ട്. ഇവർ 2 പേരും എന്നെ സ്വീകരിച്ച് എനിക്ക് ഭയങ്കര ആശ്വാസമായി. റൂമിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ഒരു ചൂട് തോന്നി തുടങ്ങുന്നത്. അപ്പോൾ യാക്കിൻ്റെ സൂപ്പാണ് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ കിട്ടുന്നത്. അന്ന് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി. യാത്ര ചെയ്ത ക്ഷീണമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എന്നെ കൊഞ്ചോക്ക് വന്ന് വിളിക്കുന്നു. ശംഷേ ആചാവോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ സ്പിതിയിൽ ശംഷേ എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പം കൊഞ്ചോക്ക് വന്ന് വിളിക്കുന്നത് സ്നോ ക്ലിയറൻ. മഞ്ഞ് ഇന്നലെ പെയ്ത് രാത്രി മൊത്തം മഞ്ഞ് പെയ്തിരിക്കുന്നു. ഏകദേശം 15 സെൻറ്റിമീറ്ററോളം മഞ്ഞ് പെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ റൂഫ് മൊത്തം ഫ്ലാറ്റ് റൂഫാണ്. അപ്പം ഈ മഞ്ഞ് മൊത്തം ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ വെയിൽ വരുമ്പം ഈ മഞ്ഞ് മൊത്തം ഉരുകി വീട്ടിലേക്ക് ചോർച്ച വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യണം. അപ്പം ഞങ്ങൾ ഇതിനെ കെമ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. നമ്മളെ ചൂലിൻ്റെ ഒക്കെ ഒരു വേറെ മോഡിഫൈ ചെയ്തൊരു വേഷനാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ കോരി പുറത്തേക്ക് കളയണം. ഇത് ആദ്യമെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. മഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മഞ്ഞ് കോരുന്ന് കളയുന്നു. പക്ഷെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതത്ര ഈസി അല്ല. ഓക്സിജൻ വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡാവുന്നു. പിന്നെ മഞ്ഞിന് നല്ല ഭാരമാണ്, കാണുന്ന പോലല്ല, നല്ല കനമുണ്ട്. ഞങ്ങൾ 3 പേര് 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ദിവസം പെയ്ത മഞ്ഞ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞ് പെയ്യുമ്പോൾ പിന്നീടൊക്കെ മഞ്ഞ് പെയ്യുമ്പം അയ്യോ നാളെ രാവിലെ എഴുന്നേറ്റ് ഇത് ക്ലിയർ ചെയ്യണമല്ലോ എന്നുള്ളൊരു പേടി കൂടി നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. വിൻ്ററിൽ ചിച്ചം എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അതുപോലെ കിബ്ബർ എന്ന് പറയുന്ന ഗ്രാമത്തിലും ഇവർക്ക് തൊഴിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം സ്നോ ലെപ്പേർഡിൻ്റെ ഹാബിറ്റേറ്റാണ്. ഇവിടെ പോയാൽ നമുക്ക് സ്നോ ലെപ്പേർഡിനെ കാണാൻ പറ്റും. അതുപോലെ ചെന്നായകൾ, സ്നോ ഫോക്സുകൾ, മഞ്ഞിൽ മാത്രം വളരുന്ന കോഴികൾ, ജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് സ്കാനറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. സ്നോ ലെപ്പേർഡൊക്കെ മലയുടെ മൗണ്ടൻസിൻ്റെ ഏതെങ്കിലും അറ്റത്തായിരിക്കും. നമ്മൾ മനുഷ്യന്മാരെ പ്രസൻസിലുള്ളടത്തൊന്നും ഇവർ വരില്ല. അതുപോലെ ഭക്ഷണം കിട്ടണം. മൗണ്ടൻ ഗോഡ്സൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് ഇവരെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് സ്കാനേഴ്സായിട്ട് പോകാറുള്ളത്. അപ്പോഴാണ് ചിച്ചം വില്ലേജിലെ ബെസ്റ്റ് സ്കാനർ. പുള്ളി 5 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങും. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങും, എന്നെയും കൂട്ടും. അപ്പോൾ ഈ പോകുന്ന വഴിയൊന്നും മനുഷ്യന്മാർ പോകാത്ത വഴിയാണ്. പലപ്പോഴും 70 ഡിഗ്രീസ് 80 ഡിഗ്രീസ് സ്ലോപ്പിലൂടെയൊക്കെ പോകുന്ന. അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ മഞ്ഞിൽ നമ്മൾ എങ്ങനെ പോകണം
എന്നൊക്കെ അപ്പയാണ് എനിക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ വഴിയിലൊക്കെ മഞ്ഞ് കൊണ്ട് നടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ അടിയിൽ ചിലപ്പോൾ ഐസ് ഉണ്ടാവും. അപ്പോൾ ഈ ഐസിൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നിപ്പോവും. തെന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഗാധമായ താഴ്വാരത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ശ്രദ്ധിച്ച് നടക്കണം എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിക്കണം, ഇതൊക്കെ അപ്പയാണ് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് തോന്നി മൗണ്ടനിയറിങ് കോഴ്സിന് ഞാൻ പഠിച്ച പാഠങ്ങളെക്കാട്ടും വാല്യൂ ഉണ്ട് ഈ റിയൽ ലൈഫ് ലെസൺസിന് എന്നെനിക്ക് തോന്നി. എന്നെ ഒരു മോനെ പോലെയാണ് പുള്ളി കണ്ടുന്നത്. എന്നെ ട്രെയിനിങ് ചെയ്യുന്നു, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു, കഥകൾ പറഞ്ഞു തരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. നമ്മൾ വെതർകാസ്റ്റ് നോക്കുമ്പം അടുത്ത ഒരാഴ്ചത്തേക്ക് ഹെവി സ്നോഫോളാണ് വരുന്നത്. അപ്പം അന്ന് വൈകിട്ട് 5 മണിയോടെ ഞങ്ങൾ അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ട വിറകുകളൊക്കെ ശേഖരിച്ച് വെച്ചു. ചാണകമെല്ലാം, ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ള ചാണകമൊക്കെ റെഡിയാക്കി വെച്ചു. പശുവിന് വേണ്ട പുല്ല്, ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തു. എനിക്ക് വളരെ ക്ഷീണമുള്ളതുകൊണ്ട് ഞാനൊന്ന് ഒരു ചെറിയൊരു നാപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ റൂമിൽ പോയി ഉറങ്ങുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു. അപ്പം എനിക്കെന്താ മനസ്സിലായില്ല. സാധാരണ പല മീറ്റിങ്ങൊക്കെ ഉള്ളപ്പം വീട്ടിലേക്ക് രാത്രി സമയങ്ങളിൽ ആൾക്കാർ വരുന്നതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം കൊഞ്ചൊക്കെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ബ്രോ ഡോണ്ട് കം ഔട്ട്സൈഡ്, അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മീറ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതെ എന്ന് പറയുന്നതാണ്. പക്ഷെ ഞാൻ ആൾക്കാരെയൊക്കെ നോക്കുമ്പം അവരുടെ മുഖത്തൊക്കെ ഒരു വിഷമെല്ലാം കാണുന്നു. അപ്പം എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും കൊഞ്ചൊക്കെ വന്നു. റൂമിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ? അവൻ പറഞ്ഞു, അപ്പ മറുകയാന്ന് പറഞ്ഞു. അപ്പ മരിച്ചുപോയി. വല്ലാത്തൊരു ഷോക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ മാത്രമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് തന്നെ മൗണ്ടൻസിൽ നിന്ന് താഴോട്ട് വീഴുന്നു. 10 അടിയോളം വീണിട്ടുള്ളൂ. പക്ഷേ ഗുരുതരമായിട്ട് പരിക്കുകൾ പറ്റിയിരുന്നു. അപ്പോൾ തന്നെ കാസയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5 ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്കരിക്കുന്നത്. നമ്മളെ ചിത കത്തിക്കുകയാണ്. കൊഞ്ചോക്കാണ്, മൂത്ത മകനാണ് തീ കൊളുത്തുന്നത്. ഇവൻ കരഞ്ഞുകൊണ്ട് ആ ചിതയുടെ മൊത്തം ചുറ്റും നടന്നുകൊണ്ട് തീ കൊളുത്തുന്നു. ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് പൂജയൊക്കെ കഴിഞ്ഞ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും റിയാലിറ്റിയിലേക്ക് കടന്നു വരുന്നത്. ഇത്രയും ദിവസം ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ആ അപ്പനെ മിസ്സാവുന്നത്. അവിടെ ഇല്ലാത്ത ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ പാടുള്ള ഒരു സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടിയാണ് ഞാൻ സ്പിതിയിൽ നിന്നത്. എനിക്ക് വർക്കിൽ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ട സ്കില്ലുകളൊക്കെ മക്കളെ പഠിപ്പിച്ചിരുന്നു. കൊഞ്ചോക്കിന് 17 വയസ്സുള്ളൂ. പക്ഷെ അവന് ട്രാക്ടർ ഓടിക്കാൻ അറിയാം, അവനെ സ്കാൻ ചെയ്യാൻ അറിയാം. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫിനെ സ്പോട്ട് ചെയ്യാൻ അറിയാം, നല്ല രീതിയിൽ ട്രക്ക് ചെയ്യാൻ അറിയാം. അവനും ഭാവിയിൽ ഒരു മൗണ്ടനറായി തീരാനും ഒരു സ്കാനറായി തീരാനും ഒക്കെയുള്ള കഴിവുകൾ അപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളൊക്കെ ഇവനറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഇവന് പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ ഗൃഹനാഥനായി മാറാൻ പറ്റുമെന്നും എപ്പോൾ വേണമെങ്കിലും ഒരു സഹോദരനെ പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടും ആ പ്രതീക്ഷകളൊക്കെ കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒരു നല്ല മൗണ്ടനിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പിതിയിലേക്ക് പോകുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്പിതി എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. നമ്മളെ ഒരു മോഡേൺ സൊസൈറ്റി പലപ്പോഴും മെറ്റീരിയലിസ്റ്റിക്കായ പല കാര്യങ്ങളുടെ പിറകാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനോ വേണ്ടി നമ്മളെ ജീവിതം ജീവിച്ചു തീർക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്പിതിയിലുള്ള ആൾക്കാർ അവരുടെ ജീവിതം എത്ര കഠിനമാണെങ്കിലും അവർ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. സ്പിതിയുടെ പല പാഠങ്ങളും പിന്നെ അപ്പ പഠിപ്പിച്ചു തന്ന പല പാഠങ്ങളും എൻ്റെ ജീവിതത്തിൽ
ഇനിയും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഈ യാത്രാ വിവരണം ഇത്രയും നേരം കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.